അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതാണ് കട്ട് എഡ്ജസ് ആൻഡ് കട്ട് വെർട്ടീസസ്. ഫസ്റ്റ് കട്ട് എഡ്ജ് എന്താണെന്ന് നോക്കാം. ഇഫ് യു റിമൂവ് ആൻ എഡ്ജ് ഈ ഫ്രം എ ഗ്രാഫ് ദെൻ ദ ഗ്രാഫ് വിൽ ഗെറ്റ് ഡിസ്കണക്റ്റഡ്. അതായത് നമ്മളൊരു എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ആ ഗ്രാഫ് 2 കമ്പോണൻസ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിന് കാരണമായ എഡ്ജിനെയാണ് നമ്മൾ കട്ട് എഡ്ജ് എന്ന് വിളിക്കുക. അതായത് സപ്പോസ് 2 വെർട്ടീസസ് തമ്മിൽ പാരലൽ എഡ്ജസ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ പാരലൽ എഡ്ജസ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു എഡ്ജ് റിമൂവ് ചെയ്യുമ്പോഴേക്കും ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന എഡ്ജിനെയാണ് കട്ട് എഡ്ജ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കട്ട് വേർട്ടെക്സ് എന്താണെന്നാണ്. എ വേർട്ടെക്സ് ഓഫ് എ ഗ്രാഫ് ഈസ് സെഡ് ടു ബി കട്ട് വേർട്ടെക്സ് ഇഫ് ജി മൈനസ് ബി ഈസ് ഡിസ്കണക്റ്റഡ്. ആ ഒരു വേർട്ടെക്സിനെ നമ്മൾ റിമൂവ് ചെയ്താൽ അതിലേക്കുള്ള എഡ്ജും സ്വാഭാവികമായിട്ടും റിമൂവ് ആവും. അങ്ങനെ റിമൂവ് ആയി കഴിഞ്ഞ ശേഷം 2 ഗ്രാഫ്സും ഡിസ്കണക്റ്റഡ് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെയാണ് കട്ട് വെർട്ടെക്സ് എന്ന് വിളിക്കുക. അതായത് ഗ്രാഫിൽ നിന്നും ഒരു വേർട്ടെക്സ് റിമൂവ് ചെയ്തു, അതിനോട് അനുബന്ധിച്ചിട്ടുള്ള എഡ്ജസും പോയി കഴിഞ്ഞാൽ ആ ഗ്രാഫ് 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റായി അല്ലെങ്കിൽ ഡിസ്കണക്റ്റായി മാറുകയാണെങ്കിൽ നമ്മൾ ആ വേർട്ടെക്സിനെ വിളിക്കുന്ന പേരാണ് കട്ട് വെർട്ടെക്സ് എന്ന്. പിന്നെ നമുക്കിതിൻ്റെ ഒരു തിയറമാണുള്ളത്. ആൻ എഡ്ജ് ഇ ഓഫ് എ ഗ്രാഫ് ജി ഈസ് എ കട്ട് എഡ്ജ് ഓഫ് ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ എനി സൈക്കിൾസ് ഓഫ് ജി. ഒരു എഡ്ജ് കട്ട് എഡ്ജ് ആവണമെങ്കിൽ അതിന് സൈക്കിൾസ് ഒന്നും പാടില്ല എന്നാണ് തിയറം പറഞ്ഞത്. ശരിയാണ്, സൈക്കിൾസ് ഉണ്ടെങ്കിൽ പാരലൽ എഡ്ജസ് വരും. അപ്പോൾ ഒരു എഡ്ജ് റിമൂവ് ആയാലും ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവില്ല. നമ്മളിത് പ്രൂവ് ചെയ്യണം. നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വി നീഡ് ടു അസ്യൂം ദാറ്റ് ദി ഗ്രാഫ് ഹാസ് സൈക്കിൾസ്. ഓക്കെ, നമ്മളോട് പറഞ്ഞുള്ള ഇഫ് ഇറ്റ് ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ എനി സൈക്കിൾസ് ഓഫ് ജി ദെൻ ദ എഡ്ജ് ഈസ് എ കട്ട് എഡ്ജ്. സോ വി നീഡ് ടു, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് ടു അസ്യൂം ദാറ്റ് ദി ഗ്രാഫ് ഹാസ് സൈക്കിൾസ്. സൈക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് ക്ലോസ്ഡ് ആയിരിക്കും. ക്ലോസ്ഡ് ആവണമെങ്കിൽ ഈച്ച് വേർട്ടെക്സ് വിൽ ബി ഓഫ് ഈവൻ ഡിഗ്രി. ക്ലോസ്ഡ് ആകുമ്പോൾ ഒരു വേർട്ടെക്സിന് ഒരു എഡ്ജ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ആ എഡ്ജ് പോകുന്ന ഒരു എഡ്ജും ഉണ്ടാകും, വരുന്ന എഡ്ജും പോകുന്ന ഒരു എഡ്ജും 2 എഡ്ജ് വെച്ചുണ്ടാകും ക്ലോസ്ഡ് ആണെങ്കിൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈച്ച് വേർട്ടെക്സ് degree will be even as there will be even number of edges incident on it. Okay അല്ലേ? So first നമ്മൾ എന്ത് ചെയ്തു, we assume that the graph has cycles. If the graph has cycles then the vertices will be of even degree. അപ്പോൾ നമ്മൾ ഇനി പറയാണ്, ഈ ഫിഗറിൽ കാണുന്ന പോലെ 2 ഗ്രാഫ് ഉണ്ട്. ഇതിനെന്തുണ്ട്, പാരലൽ എഡ്ജസ്, അതായത് സൈക്കിൾസ് ഉള്ള ഗ്രാഫാണല്ലോ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സൈക്കിൾസ് ഉണ്ട്. ഇതുപോലെ ഞാൻ ഒരു എഡ്ജ് ഇതിലുള്ള E1 E2, ഞാനിപ്പോൾ എഡ്ജ് E2 റിമൂവ് ചെയ്തു. E2 റിമൂവ് ചെയ്താലും ദ ഗ്രാഫ് വിൽ നോട്ട് ബി ഡിസ്കണക്റ്റഡ് ആസ് ദർ ഈസ് എഡ്ജ് E1 ബിറ്റ്വീൻ ദീസ് വെർട്ടീസസ് കണക്റ്റിംഗ് ദ 2 ഗ്രാഫ്സ് C1 ആൻഡ് C2 ആസ് therefore the graph is a connected graph. എന്നിട്ട് നമുക്ക് ഈ എക്സാമ്പിൾ വെച്ച് വരയ്ക്കാം. ഇഫ് ദർ ഈസ് ഓൺലി 1 edge, that is no cycles, then if you remove an edge from these 2 graphs then these 2 graphs will get disconnected, thus proved എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ അസ്യൂം ചെയ്യുന്നു ഗ്രാഫിന് സൈക്കിൾസ് ഉണ്ടെന്ന്. ഗ്രാഫിന് സൈക്കിൾസ് ഉണ്ടെങ്കിൽ ഈച്ച് വെർട്ടെക്സ് വിൽ ബി ഓഫ് ഈവൻ ഡിഗ്രി ആയിരിക്കും. ഈവൻ ഡിഗ്രി ആവും എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറയാണ്, ഈ 2 ഗ്രാഫ്സിനെയും കണക്ട് ചെയ്ത് പാരലൽ എഡ്ജസ് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. പാരലൽ എഡ്ജസ് പോകുന്നുണ്ടെങ്കിൽ ഇഫ് യു റിമൂവ് ദാറ്റ് 1 edge then also the graph will be connected as these vertices between 2 graphs are connected. But assume that if it has no cycles then there will be no parallel edges and the removed edge will become a cut edge, that these 2 graphs will get disconnected. Therefore an edge of a graph is a cut edge of G if and only if it is not contained in any cycles of G, thus proved എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ കട്ട് എഡ്ജും കട്ട് വേർട്ടെക്സും അതിൻ്റെ തിയറവും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.